ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സായ 5 പേരെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വിന്നേഴ്സിനെ കൊടുക്കുന്ന ഗിഫ്റ്റും ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കമൻറ്റ് പിക്കർ വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റൂ 5 വീഡിയോസിനായിരുന്നു ഞാൻ ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു, ഗിവ് അവേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 വീഡിയോസിൽ 5 പേർക്കാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു ഓരോ വീഡിയോസിൽ നിന്ന് ഓരോ ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 5 വീഡിയോ ഉണ്ട്. ഓരോ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യും ആദ്യം തന്നെ. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കമൻറ്റ് പിക്കർ, അതായത് ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് കമൻറ്റ് പിക്കർ എന്ന് പറയുന്നത്. ഇവിടെ സ്പേസ് കാണുന്നല്ലോ, ഇവിടെ കൊണ്ടുപോയിട്ട് ഓരോ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. അങ്ങനെ ഓരോ വീഡിയോൻ്റെ ഓരോ ലിങ്ക് വിത്ത് പേസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ളത് നമ്മുടെ നെയ്യടക്കാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കമൻറ്റ് പിക്കറിൽ കണ്ടില്ലേ, പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കാണുന്നില്ലേ, ഗെറ്റ് യൂട്യൂബ് കമൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കമൻസ് ഒക്കെ ഇതിൽ കാണിച്ചു തരും കേട്ടോ. ഈ ഒരു നെയ്യുടെ വീഡിയോക്ക് എത്ര കമൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതാ ടോട്ടൽ എമൗണ്ട് ഓഫ് കമൻസ് 578 കമൻസ് ആയിരുന്നു ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ആരാണ് വിന്നറെന്ന് നോക്കാം. അപ്പോൾ മാഷാ അല്ലാഹ്, ഇത് നമ്മുടെ ഫസ്റ്റ് വിന്നർ അബ്ദുൾ റഫീഖാണ്. കൺഗ്രാറ്റ്സ് അബ്ദുൾ റഫീഖ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ. അപ്പോൾ കറക്റ്റ് ആൻസറാണ് കേട്ടോ ഇവർ പറഞ്ഞിട്ടുള്ളത്, 20 സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അബ്ദുൾ റഫീഖിൻ്റെ അക്കൗണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കോൺടാക്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വിന്നറിനെ സെലക്ട് ചെയ്താലോ. അടുത്ത നമുക്ക് സെലക്ട് ചെയ്യാം അടുത്ത വിന്നറിനെ. അപ്പോൾ അടുത്ത വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഗിവ് അവേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബീഫ് കറി, അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കമൻറ്റ് പിക്കറിലേക്ക് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ലിങ്കിനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അടുത്തത് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ പോവുക, ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ് ക്ലിക്ക് ചെയ്ത് ഗെറ്റ് യൂട്യൂബ് കമൻസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂണീക്ക് കമൻസ് നമ്മുടെ കാണിച്ചു തരും, എത്ര കമൻസ് ഈ ഒരു വീഡിയോക്ക് വന്നു എന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പാടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ബിസ്മില്ല സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മാഷാ അല്ലാഹ് റോഷ്നി സതീഷനാണ് നമ്മുടെ അടുത്ത വിന്നർ. ഞാൻ എറണാകുളത്ത് നിന്നും റോഷ്നി സതീശൻ. മോൾ ഉപയോഗിച്ചിട്ടുള്ളത് വലിയ ജീരകം, പെരുംജീരകം. അപ്പോൾ കറക്റ്റ് ആൻസറാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റോഷ്നി സതീശൻ്റെ പേജാണ് കേട്ടോ ഇത്. അപ്പോൾ റോഷ്നി സതീശൻ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വന്ന് കോൺടാക്റ്റ് ചെയ്യുക. കൺഗ്രാറ്റ്സ്. അടുത്ത നമുക്ക് മൂന്നാമത്തെ വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അരിപ്പൊടി കൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ചെയ്ത ലിങ്ക് ഡിലീറ്റ് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്യുന്നത്. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ പോവുക. അടുത്തത് ഗെറ്റ് യൂട്യൂബ് കമൻസ് ക്ലിക്ക് ചെയ്തതിന് നമുക്ക് വീണ്ടും അവർ കമൻസ് കാണിച്ചത് ഈ ഒരു വീഡിയോൻ്റെ കമൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരാൻ പാടില്ല, നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ടോട്ടൽ 254 കമൻസ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് അഷ്റഫ് ബി ഉത്തരം 5:48 ഫാത്തിമ താജ് മലപ്പുറം മഞ്ചേരി. അപ്പോൾ കൺഗ്രാറ്റ്സ് അഷ്റഫ് ബി ഫാത്തിമ താജ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് കോൺടാക്റ്റ് ചെയ്യണം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ചാനൽ അക്കൗണ്ട് ഇതാണ്. അപ്പോൾ നമ്മുടെ നാലാമത്തെ വിന്നറിനെ സെലക്ട് ചെയ്യുക. അതിനായിട്ട് ഞാൻ നമ്മുടെ മുട്ട സിർക്കയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കമൻറ്റ് പിക്കറിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലിങ്ക് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ട് ആ ഒരു പുതിയ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഗെറ്റ് യൂട്യൂബ് കമൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അവർ കാണിച്ചു തരും നമ്മുടെ എത്ര കമൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് 360 കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിസ്മില്ല സ്റ്റാർട്ട് കൊടുക്കാം.
അപ്പോൾ അബ്ദുൽ സത്താറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എഴുതിയ കമൻറ്റ് മാവ് അരക്കുന്നതിന് നമ്പർ മുന്നേന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മെഹറുന്നിസയാണ് ഫർഹത്ത് മനസ്സിൽ. അപ്പോൾ മെഹറുന്നിസ ഉത്തരം തെറ്റാണ് കേട്ടോ, കാരണം ഞാൻ മാവ് അരച്ചതിന് ശേഷമായിരുന്നു ഉപ്പിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോറി, വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വേറൊരാളെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കാരണം അബ്ദുൽ സത്താർ എഴുതിയിട്ടുള്ള ഉത്തരം തെറ്റാണ്, മെഹറുന്നിസ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, താഴോട്ട് പോകുമ്പോൾ കണ്ടില്ലേ പിക്ക് അനദർ വിന്നർ എന്നുള്ള ഈ ഒരു ബ്ലാക്ക് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വിന്നറായിട്ട് വന്നിട്ടുള്ള നസീറയാണ്. അപ്പോൾ നസീറ എഴുതിയിട്ടുള്ളത് ഉത്തരം തെറ്റാണ്. മാവ് അരക്കുന്നതിന് മുമ്പ് മിക്സിയുടെ ജാറിലാണ് ഞാൻ ഉപ്പ് ഇട്ടിട്ടുള്ളത് എന്നാണ് നസീറ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ മാവ് അരച്ച ശേഷമായിരുന്നു ഉപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്തത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാ, സുനിത ലാലയാണ് അടുത്തത് മാവ് അരച്ചതിന് ശേഷം. കറക്റ്റ് ആൻസറാണ് കേട്ടോ ഇത് സുനിത ലാല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുനിത ലാല, കൺഗ്രാറ്റ്സ് ഡിയർ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് കോൺടാക്റ്റ് ചെയ്യണേ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ തരി ബിരിയാണി ആയിരുന്നല്ലോ, അതിൽ നിന്ന് ഞാൻ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കമൻറ്റ് പിക്കറിൽ പോയിട്ട് ആദ്യത്തെ ഇത് പോക്കിയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കമൻറ്റ്സ്, അവർ ഗെറ്റ് യൂട്യൂബ് കമൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എല്ലാവരെ കാണാൻ, നിങ്ങളെ കാണാൻ ടെൻഷൻ എനിക്ക് കേട്ടോ ഓരോളെ സെലക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാ 239 കമൻറ്റ്സ് ആയിരുന്നു വന്നത്. അപ്പോൾ ബിസ്മില്ല സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാ, അടുത്ത വിന്നർ ഷമീർ CH ആണ്. കമൻറ്റ് ഇല്ല എന്നാണ് ആൻസർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിരുന്നു. ഞാൻ കൽപ്പാസിയുടെ അളവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു അളവില്ലായിരുന്നു. അപ്പോൾ കൺഗ്രാറ്റ്സ് ഷമീർ CH. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ. മാഷാ അല്ലാ, നമ്മുടെ 5 വിന്നേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും നിങ്ങളെ കാണാൻ ടെൻഷൻ എനിക്കാണ് കേട്ടോ. ശരിക്കും ഒരു എക്സാം ഹാളിൽ ഇരുന്നൊരു ഫീലിംഗ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും 5 ആളെ സെലക്ട് ചെയ്ത്. അപ്പോൾ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് സന്തോഷം. അപ്പോൾ വിന്നേഴ്സ് ആവാതവരൊന്നും വിഷമിക്കണ്ട കേട്ടോ, കാരണം നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ഗിവ് അവേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് ഗിവ് അവേ ഒക്കെ ഞാൻ വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വിന്നേഴ്സിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ 5 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ, നിങ്ങൾക്കറിയാലോ, കുക്കിംഗ് ചാനൽ ആയതുകൊണ്ട് തന്നെ, കൂടുതൽ കുക്കിംഗ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഗിവ് അവേൻ്റെ ഫസ്റ്റ് വിന്നർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ഗിഫ്റ്റാണ്, അതായത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ കറണ്ടിൻ്റെ ആ ഒരു കുക്കിംഗ് റേഞ്ചിൽ അതാണ് കൊടുക്കുന്നത്. ബാക്കി 4 പേർക്ക് കൊടുക്കുന്ന സെയിം ഗിഫ്റ്റാണ്, എഗ് ബീറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ എഗ് ബീറ്ററൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗമുള്ള സംഭവമാണല്ലോ, എല്ലാവരും കേക്ക് ബേക്കേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നോക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 5 വിന്നേഴ്സ് എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് കോൺടാക്റ്റ് ചെയ്യണേ. എന്തായാലും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കണേ. അപ്പോൾ നമ്മുടെ ഗിവ് അവേ ഫസ്റ്റത്തെ കഴിഞ്ഞെന്ന് കരുതി ഇനി ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കല്ലേ. അപ്പോൾ വീഡിയോസൊക്കെ മുഴുവൻ കണ്ടിട്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ വിന്നേഴ്സ് വന്നിട്ട് ഇൻസ്റ്റാ പേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിന്നേഴ്സ് അല്ലാത്തവരും കൂടി എല്ലാവരും, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മുഴുവനായിട്ട് ഇൻസ്റ്റ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളും എന്ത് കാര്യങ്ങളും എന്നോട് ചോദിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൂടെ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഒരുപാട് പേര് അങ്ങനെ അയക്കുന്നുണ്ട്. അപ്പോൾ അറിയാതെ ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത്. ഇതാണ് എൻ്റെ ഇൻസ്റ്റാ പേജ്. അപ്പോൾ ഇതിൽ വന്ന് പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞാനുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിന്നേഴ്സിന് ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച് വിന്നേഴ്സ് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം.